ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനും കൂടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരനാണെങ്കിൽ രേവതിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. എടാ രേവതി പാവോടാ, നീ രേവതിയോട് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. നീ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്? പാവം, ഭയങ്കര സങ്കടപ്പെട്ട ആടാ രേവതിയെ പോയത്. ഇത് കേട്ട സച്ചിക്ക് ആകെ കല്ല് വരികയാണ്. അപ്പം സച്ചി, നീ എന്തിനാണ് ഇപ്പം രേവതിയെക്കുറിച്ച് പറയുന്നത്? അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടാടാ? നീ എന്തിനാ രേവതിയെക്കുറിച്ച് പറയണ്ട? ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോടാ. അവൻ രേവതിയെക്കുറിച്ച് സംസാരിക്കുന്നു, എനിക്ക് കേൾക്കണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കെ, നീ ഇരുന്ന് കുടിക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ കുടി ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഉള്ള മൂഡ് കളയാൻ വേണ്ടി, ഞാനൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവൻ എടുത്ത വായിക്കാൻ രേവതിയുടെ കാര്യം പറയുന്നു. എനിക്ക് അവളുടെ കാര്യം കേൾക്കുമ്പോഴേ എൻ്റെ മൂഡ് പോകും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കുടിച്ച് ലെക്ക് കെട്ടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ ഇപ്പം വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യണം. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കുടിയൻ, ബാലനാണല്ലോ ഇവിടെ കുടിക്കുന്നത്. അപ്പോൾ വേറൊരു കുടിയൻ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ച്, ഹലോ ബ്രോ, ഞാനിവിടെ ഒന്നിരുന്നോട്ടെ. അതിനെന്താ ബ്രോ, ഇവിടെ ഇരുന്നോളൂ. അങ്ങനെ ഇയാളുടെ കയ്യിലുണ്ട് ഒരു ഗ്ലാസ് മദ്യം. അങ്ങനെ ഇയാൾ വന്ന് ആ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ മദ്യം ഇങ്ങനെ കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ ആ മദ്യം കണ്ട് കൈ കയറി പിടിച്ചതിന് ശേഷം, അതെ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ബ്രോ, എന്താണ് പറയാനുള്ളത്? അതെ, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് അറിയാവോ? കേട്ടെ, ഇല്ലല്ലോ. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ, എൻ്റെ അച്ഛനെ വലിയ മനസ്സുള്ള ഒരാളാ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ. ആണോ? ആഹാ, അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും ആ മദ്യം കുടിക്കാൻ പോകുന്നു. പക്ഷേ സച്ചി വീണ്ടും കൈ തടയുകയാണ്. കൈ തടഞ്ഞിട്ട്, എൻ്റെ അച്ഛനെ അതെ എല്ലാവരും നോവിച്ചു, പ്രത്യേകിച്ച് ആ കുക്കർ. കുക്കറോ? അല്ല, ആ കുക്ക്. കുക്ക്. അവൻ കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് അപമാനിക്കപ്പെട്ടു. എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴേ ആകെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പാവമാണ് എൻ്റെ അച്ഛൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. വീണ്ടും ഇയാൾ മദ്യം കുടിക്കാൻ പോകും. പക്ഷേ സച്ചിയാണെങ്കിൽ കൈതടി നിർത്തുകയാണ്. എൻ്റെ ബ്രോ, ഞാനിതൊന്ന് കുടിച്ചു തീർത്തോട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുടിച്ചു തീർക്കാൻ വരട്ടേന്നേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക്. ഇനി എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്, കുറേ പറയാനുണ്ട്. പിന്നെ ദേ ആ കുക്കില്ലേ, കുക്ക്, അവനല്ലേ എൻ്റെ അച്ഛനെ ദ്രോഹിച്ചത്. അതെ, ദ്രോഹിച്ചത്. നിങ്ങൾ ആ മദ്യം ഒന്ന് അവിടെ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ആ മദ്യം എടുത്ത് നേരെ മേശപ്പുറത്ത് വെക്കുകയാണ് സച്ചി. ആ സമയത്ത്, ശരി എങ്കിൽ പിന്നെ നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ കുടിക്കാം. എങ്കിൽ ഞാൻ പറയാം. അവനെൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ആ മേശപ്പുറത്തിരുന്ന് വെച്ച് സകല മദ്യവും നമ്മുടെ സച്ചി കൈ തട്ടി തെറിപ്പിച്ച് നേരെ താഴത്തേക്ക് ഇടുകയാണ്. ഇത് കണ്ട ആ കുടിയനാണെങ്കിൽ, താൻ എന്ത് പരിപാടി കാണിച്ചത്? ഇയാൾ എന്നെ കൊണ്ട് കുടിക്കാനും സമ്മതിച്ചില്ല. ഇപ്പം മദ്യം മുഴുവൻ അടിച്ച് താഴ്ത്തിട്ടല്ലേ. എൻ്റെ മദ്യം എവിടെ ഇടോ? മദ്യമോ? അയ്യോ, എനിക്കറിയില്ല നിങ്ങളുടെ മദ്യം എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാം? അപ്പോൾ ബാറിൽ നിന്ന് വെച്ചാൽ റിസപ്ഷനിൽ നിന്ന് വെച്ചാൽ ആളങ്ങോട്ട് വരികയാണ്. എന്താ ചേട്ടാ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒന്നുമില്ല മോനെ പ്രശ്നം. ഇതിൻ്റെ പൈസയൊക്കെ എല്ലാം ഞാൻ തന്നോളാം കേട്ടോ. അപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, എങ്കിൽ മോൻ പോയാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആ റിസപ്ഷനിൽ ആ ചെറുക്കനെ അവിടെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഞാനേ നീ മദ്യം കുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ആ മദ്യം കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അയ്യോ, അത് ഞാൻ തരില്ല, അതെൻ്റെ മദ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ മദ്യവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ ഓംപ്ലേറ്റ് കടിക്കും എന്നും പറഞ്ഞ് അയാൾ ആ ഓംപ്ലേറ്റ് എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഇത് നിങ്ങളുടെ ഓംപ്ലേറ്റ് ഒന്നുമില്ലല്ലോ, ഇത് കോഴിയുടെ ഓംപ്ലേറ്റ് അല്ലേ, അതുകൊണ്ട് എന്നൊന്നും പറയില്ലല്ലോ. എന്നെ കുടിക്കാനും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും വരുന്നു സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ്. അപ്പോൾ മഹേഷ് വന്നിട്ട്, എടാ ഇവിടെ നിന്ന് വെച്ചാൽ മദ്യ ഗ്ലാസ് എവിടെടാ? മദ്യ ഗ്ലാസ്സോ? അത് ഒരുത്തം വന്ന് പൊട്ടിച്ചു. ഒരുത്തം വന്ന് പൊട്ടിച്ചെന്നാ? ആരാടാ മദ്യം പൊട്ടിച്ചത് എന്നും പറഞ്ഞ് പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയാണ്. എടാ വേണ്ടടാ, കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇവിടെ ഒരു ചെറിയ കുപ്പി മദ്യം ഇരിപ്പുണ്ടല്ലോ, അത് നീ ഏതായാലും എടുത്ത് കുടിക്ക്.
എന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് മദ്യം എടുത്ത് കുടിക്കുകയാണ്. ഷേ, എന്നാലും ഇങ്ങനെയായി പോയല്ലോടാ, എന്ത് നല്ല മദ്യമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ നേരത്തെ വന്ന ആ കുടിയൻ അവിടെ നിന്ന് എണീറ്റിട്ട്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ദേ നിങ്ങൾ ആരും കല്യാണം കഴിക്കരുത്. ഇത് കേട്ട് സച്ചിയാണെങ്കിൽ, ആഹാ, എൻ്റെ മനസ്സറിയുന്നവനാണെന്ന് തോന്നുന്നല്ലോ, ആരാ അത്? അപ്പം ദേ അയാൾ തന്നെയായിരുന്നു സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യ മരിച്ചിട്ടേ 16 ദിവസമായി. എങ്ങനെയാണ് എൻ്റെ ഭാര്യ മരിച്ചെന്നറിയാമോ? അവളെ ഞാനൊന്ന് വഴക്ക് പറഞ്ഞു. പറഞ്ഞപ്പോഴേ അവള് സീലിംഗ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. അത്രയും മാത്രം അവളെ ഞാൻ സ്നേഹിച്ചതാണ്. എന്നിട്ട് ഒരു വഴക്ക് പറഞ്ഞ സ്ഥിതിക്ക് അവള് പോയി തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇത് കേട്ട സച്ചി ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം രാവിലെ സച്ചിയും രേവതിയും കൂടി ഭയങ്കര വഴക്കായിരുന്നല്ലോ. രേവതിയെ മനസ്സ് നോവിക്കുന്ന രീതിയിലാണല്ലോ സച്ചി അവിടെ സംസാരിച്ചത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ മുഴുവനും ആലോചിക്കുകയാണ്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഭാര്യയെ വഴക്ക് പറയരുത്. വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാർക്കത് സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ മനസ്സേ നിഷ്കളങ്കമായ മനസ്സാണ്. അവർ വഴക്ക് പറയുന്നതൊന്നും സഹിക്കില്ല. എടുത്ത വായിക്കും അവർ പോയി സീലിംഗ് ഫാനിലൊക്കെ വല്ല കെട്ടിത്തൂങ്ങി ചാവുന്നേ. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഭാര്യമാരെ വിഷമിപ്പിക്കരുത് എന്നും ഈ കുടിയൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ വേദന തോന്നുകയാണ്. ദൈവമേ, എന്ത് ചെയ്യും, രേവതി ഇനി ഇതേപോലെയൊക്കെ കാണിക്കോ എന്നുള്ളൊരു പേടി സച്ചിയുടെ മനസ്സിലേക്ക് കടന്നുകൂടി ഇങ്ങനെ വരികയാണ്. എന്ത് ചെയ്യണമെന്ന് സച്ചിക്ക് അറിയാനും പാടില്ല. അങ്ങനെ ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ കൂടെ എന്ന് വെച്ചാൽ ഒരാൾ പറയാണ്, ബ്രോ, ഞാൻ ഏതായാലും എൻ്റെ ഭാര്യയെ വഴക്ക് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അതെന്താ, എൻ്റെ വീട്ടിൽ സീലിംഗ് ഫാൻ ഇല്ല, എൻ്റെ വീട്ടിലെ ടേബിൾ ഫാനാണ് ഉള്ളത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണുങ്ങൾക്ക് തൂങ്ങിച്ചാകാനേ സീലിംഗ് ഫാൻ വേണമെന്ന് തന്നെയൊന്നുമില്ല, ടേബിൾ ഫാനും മതി. അവരതിൽ കയറി കെട്ടി തൂങ്ങിച്ചാവും. ആണോ? എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ വഴക്ക് പറയില്ല. അയ്യോ, എനിക്കെൻ്റെ ഭാര്യയെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇയാളും ഇവരെയും കൂടി ഇങ്ങനെ കുടിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട സച്ചിക്ക് ആകെ പേടി തോന്നി. സച്ചിയാണെങ്കിൽ, എടാ മതിയടാ, നമുക്ക് പോയാലോ? പോകാം, നിനക്ക് മതിയോ? എനിക്ക് മതിയടാ, ഒരു മൂടില്ലടാ, പോകാം നമുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ടടാ, എങ്ങനെ ഡ്രൈവ് ചെയ്യും? നമ്മൾ കുറച്ച് ഓവറാണ്. ഇവിടെയല്ലേ ബൈജുവിൻ്റെ വീട്, ആ ബൈജുവിനെ നമുക്ക് ഫോൺ വിളിച്ച് വരുത്താം, എന്നിട്ട് നമുക്ക് കാർ എടുത്തിട്ട് പോകാം. ശരി, അങ്ങനെയാണെങ്കിലും ഓക്കെ, നമുക്ക് പോകാം, വാ, നീ എണീക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് എണീക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്ത് വീട്ടിൽ ലൈറ്റൊന്നും ഇടാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ടേബിളിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് വർഷ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. കുറേ സാധനങ്ങളും കയ്യിലുണ്ട് താനും. അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ആഹാ, നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു ശ്രീകാന്തെ? അല്ല, ഇതെന്താ ലൈറ്റ് പോലും ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ ലൈറ്റ് മുഴുവൻ ഇടുകയാണ് നമ്മുടെ വർഷ. അങ്ങനെ വർഷ പറയാണ്, പ്രണയിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് നീ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു, എന്തായി, ഭക്ഷണം കഴിച്ചോ, ജോലി തീരാറായോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ആ വിളിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പ്രണയിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊന്നും ഇല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞാലും പ്രണയിക്കാം. കല്യാണം കഴിഞ്ഞാലല്ലേ കൂടുതൽ പ്രണയിക്കേണ്ടത്. നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി ആരും വരില്ലല്ലോ, നമുക്ക് നമ്മൾ മാത്രം, അങ്ങനെയല്ലേ? അപ്പോൾ പക്ഷേ ശ്രീകാന്ത് ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ വർഷ ശ്രീകാന്തിൻ്റെ താടി പിടിച്ചൊന്ന് തിരിച്ചിട്ട്, നീ എന്തൊന്നും മിണ്ടാത്തത്? പെട്ടെന്ന് നോക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ചുവന്ന് തടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ട വർഷ ആകെ പേടിച്ച് വരച്ചിട്ട്, ഇതെന്താ ശ്രീകാന്തേ, നിൻ്റെ കണ്ണിൻ്റെ അവിടെ എന്ത് പറ്റി? നിൻ്റെ മുഖത്തൊക്കെ എന്ത് പറ്റി? ആകെ ചുവന്ന് ഇതായിട്ട് കിടക്കുകയാണല്ലോ, ഇതെന്താ പറ്റിയത്? അത് പിന്നെ വർഷ, ഞാനേ ബാത്റൂമിലൊന്ന് വീണതാണ്. ഇത് കേട്ട വർഷയെ, ബാത്റൂമിൽ വീണതോ? ബാത്റൂമിൽ വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇല്ല ശ്രീകാന്തേ, നീ എന്നോട് കള്ളം പറയാണ്. ഞാനിന്ന് ഡബ് ചെയ്ത ആ ഒരു ഡയലോഗിലും ഇല്ലേ, അതിലെ നായികയോട് പറഞ്ഞത് ബാത്റൂമിൽ വീണെന്നാണ് പോലീസുകാരോടും നായികയോടൊക്കെ പറഞ്ഞത്. ഇതും അതേപോലെ തന്നെയാണ്. നീ എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുകയാണ് ശ്രീകാന്തേ. എന്താ സംഭവിച്ചത്? ഒന്നുമില്ല വർഷേ, ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് വിശക്കുന്നില്ലേ?
ഞാൻ ഏതായാലും പ്ലേറ്റ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പതുക്കി അവിടെ നിന്ന് എണീറ്റ് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. ശ്രീകാന്തിനെ എണീക്കാൻ പോലും വയ്യ. അങ്ങനെ പോവുകയാണ്. അപ്പോൾ വർഷയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. റെസ്റ്റോറൻറ്റിലെ ആ ഒരു സ്റ്റാഫായിരുന്നു. അപ്പം വർഷ ആ കോൾ എടുക്കുകയാണ്. വർഷ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ, എടാ ശ്രീകാന്തേ, നീ വീട്ടിലെത്തിയോടാ? ദേടാ, ഇനി കുറച്ച് ദിവസത്തേക്ക് നീ വീട്ടിലേക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരണ്ട കേട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത്. ഇത് കേട്ട വർഷയാണെങ്കിൽ, ഹലോ, എന്താ എന്താ ശ്രീകാന്തിനെ പറ്റിയത്? ഇതാരാ? ഞാൻ വർഷയാ. ഓ, വർഷയായിരുന്നോ? സത്യം പറ, എന്താ ശ്രീകാന്തിന് സംഭവിച്ചത്? അവൻ്റെ മുഖമൊക്കെ ആകെ വീർത്ത് കെട്ടി കിടക്കുകയാണല്ലോ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ വർഷയാ, ഇന്നിവിടെ ശ്രീകാന്തിനെ തേടി സച്ചിയേട്ടൻ വന്നായിരുന്നു. സച്ചിയേട്ടൻ ഒരുപാട് ശ്രീകാന്തിനെ പിടിച്ച് തല്ലി, ഒത്തിരി തല്ലി. ഞാനതുകൊണ്ട് അവനോട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരയേറെ സങ്കടം തോന്നുകയാണ്. ദൈവം, ഇങ്ങനെ ഇതാണ് സംഭവിച്ചത്. അങ്ങനെ വർഷ നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. അടുക്കളയിലേക്ക് കയറി ചെന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്രീകാന്തിനാണെങ്കിൽ കൈയും കാലും ശരീരം ഒക്കെ ഭയങ്കര വേദനയാണ്. വർഷ, നീ എന്താ കാണിക്കുന്നത്? എന്നെ വിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട്, ശ്രീകാന്തെ, നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? സച്ചേട്ടനാണല്ലേ നിന്നെ അടിച്ചത്, നിന്നെ ഇത്ര അടിച്ച് പരിവാക്കിയത്. അത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് നിന്നെ അടിക്കാനായിട്ട്? അന്ന് പോലീസ് സ്റ്റേഷനിലും വെച്ച് നിന്നെ തെരുതെര അടിച്ചു. പക്ഷേ അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് നിന്നോടുള്ള അപ്പുറത്തുള്ള ദേഷ്യം കാരണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് റെസ്റ്റോറൻറ്റും കയറി നിന്നെ അടിച്ചിരിക്കുന്നു. ഇതൊന്നും സഹിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ശ്രീകാന്തേ. ഇതിന് ചെയ്യേണ്ട രീതിയിലേക്ക് ഞാൻ ചെയ്യും. നിന്റെ ഏട്ടനാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഇനി നിന്നെ ഉപദ്രവിക്കാൻ വലിയ ഭാവം ഉണ്ടെങ്കിൽ ഞാൻ അയാളെ പോയി കാണും. കണ്ടിട്ട് നല്ല മറുപടി തന്നെ ഞാൻ കൊടുക്കും. എനിക്ക് അയാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീകാന്തേ, നിന്നെ ഇത്രയ്ക്കും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. നിന്റെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്തനാണെങ്കിൽ, ഞാൻ കാരണം ഇപ്പോൾ ഏട്ടനെയും ഏട്ടത്തെയും പിരിഞ്ഞല്ലോ, നിനക്കിപ്പോഴും ആശയം തന്നെയാണ്. ഇനി നിന്റെ ഏട്ടനെ കാണുമെന്ന് നീ പറയില്ലല്ലോ, നിന്റെ വീട്ടിൽ പോകണമെന്ന് പറയില്ലല്ലോ. നിന്റെ ഏട്ടന് നിന്നോട് എത്രമാത്രം അരിശുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ ശ്രീകാന്തേ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. വർഷ, നീ ഒന്നും മിണ്ടാതിരിക്കെ, നീ ചെല്ല്, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ വർഷ പറയണ, വാ, അന്ന് നീയും വാ, നമുക്ക് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം. വേണ്ട, എനിക്ക് ഏതായാലും വേണ്ട, അത് പറഞ്ഞാൽ പറ്റില്ല, നീ വന്നേ എന്നും പറഞ്ഞ് വർഷ കൈ പിടിച്ചുകൊണ്ട് ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് നേരെ ടേബിളിൻ്റെ അരിയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനെയും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. വേണ്ട വർഷേ, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല. ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ വർഷ കുറച്ച് സ്പൂണിൽ ഈ ഭക്ഷണം കോരി കൊടുക്കുകയാണ്. കൊടുത്ത സമയത്ത് നമ്മുടെ ശ്രീകാന്തിനത് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര വേദന മുഖം. ശ്രീകാന്ത്, നിനക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടല്ലേ? അതൊന്നും സാരമില്ല, നീ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പതിയെ ഭക്ഷണം കോരി കൊടുക്കുകയാണ്. നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യാണ്. നീ സങ്കടപ്പെടേണ്ട ശ്രീകാന്തേ, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നിന്റെ കൂടെ ഞാനുണ്ടാകും, എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ശ്രീകാന്ത് എന്നും പറഞ്ഞ് ശ്രീകാന്തിന് ഇതൊരു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആശ്വാസം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. അപ്പോൾ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരെല്ലാം ഈ വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. സച്ചിയാണെങ്കിൽ നല്ല ഉറക്കം. അപ്പോൾ ഈ കൂട്ടുകാരൻ ഡ്രൈവ് ചെയ്യണ കൂട്ടുകാരൻ പറയാണ്, ഓ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വല്ല വീട്ടിലിരുന്ന് കുടിച്ചാൽ പോരെ, ഈ പാതിരാത്രി എന്നെന്തിനാണ് മെനക്കെടുത്തിയത്? എടാ സച്ചി, ഇവൻ പറയുന്നത് കേട്ടില്ലേ? എടാ, പെരക്കാത്തിരുന്ന് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ വഴക്ക് പറയും. അപ്പോൾ ഇപ്പോൾ കുടിച്ചുകൊണ്ട് ചെന്നാലോ? ഇപ്പോൾ കുടിച്ചുകൊണ്ട് ചെന്നാലും അച്ഛൻ കാണുകയൊന്നുമില്ല. ഞാൻ അച്ഛനെ കാണാതെ പതിയെ പോയി കിടന്നോളാന്നേ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. എടാ, എന്താടാ, നിനക്ക് എന്താ പറയാനുള്ളത്? അതെ, എനിക്കാകെ പേടി തോന്നുന്നു. പേടിയോ? എന്തിനു പേടി? നിനക്കങ്ങനെ പേടിയുണ്ട്? അങ്ങനെ പേടിയല്ല. അതെ, നമുക്ക് രേവതിയെ ഒന്ന് വിളിച്ചാലോ? രേവതിയെ വിളിക്കാനോ? എന്തിനാ രേവതിയെ വിളിക്കുന്നത്? കാര്യമുണ്ടറാ, നീ രേവതിയെ വിളിക്ക്, എന്നിട്ട് എന്നെ കാണാനില്ലെന്ന് പറ. രേവതിയെ വിളിച്ചിട്ട് നിന്നെ കാണാനില്ലെന്നാ? എടാ, നീ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, പിന്നെ നിന്നെ കാണാനില്ലെന്ന് ഞാൻ എന്തിനാടാ പറയുന്നത്? ഞാൻ പറയുന്നത് പോലെ നീ ഒന്ന് കേൾക്കടാ. എടാ, രേവതിയെ ഇന്ന് ഞാൻ രേവതിയുടെ വഴക്കിട്ടല്ലോ, ബാറിൽ വെച്ച് പറഞ്ഞു കേട്ടില്ല ഒരാൾ.
അങ്ങനെ ഭാര്യമാരോട് വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗ് ഫാനോ തൂങ്ങി മരിക്കലോ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഓ, അത് കേട്ട് നീ പേടിച്ചു പോയല്ലേ സച്ചി? എനിക്ക് പേടിയൊന്നുമില്ല. എങ്കിൽ പിന്നെ പിന്നെ എന്തിനാടാ നീ ടെൻഷൻ ആവുന്നത്? എന്നാലും മനസ്സിന് ഒരു മനസ്സമാധാനം ഇല്ലടാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ ഒന്ന് രേവതിയൊന്ന് വിളിക്ക്. ശരി, എങ്കിൽ പിന്നെ ബ്രോ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ സമയം തന്നെ രേവതിയാണെങ്കിൽ വീട്ടിൽ പച്ചക്കറിയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ വഴക്കുണ്ട്, വേണ്ട നീ ഇനി പച്ചക്കറി എന്ന് അറിയണ്ട. എന്താ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടും. നീ എന്തിനാണ് വീട്ടിലേക്ക് പോയോ? ഇല്ലല്ലോ, നീ ആ സച്ചിയെ കണ്ടിട്ട് വഴക്കം കേട്ട് വരികയില്ല ചെയ്തത്. ആ സമയത്ത് സച്ചി എന്തെങ്കിലും ദേഷ്യത്തോടെ പറഞ്ഞായിരിക്കും. നീ ഒന്നും കൂടി സച്ചിയെ പോയി കാണും. അമ്മയ്ക്ക് വേറെ പണിയുന്നില്ലേ? ഞാൻ പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ അദ്ദേഹത്തെ പോയൊന്നും കാണാനൊന്നും പോകുന്നില്ല. നീ ഇവിടെ തന്നെ ഇരുന്നോ. നിന്റെ ഭാവം എന്താണ്? നിങ്ങൾക്ക് ഞാനൊരു ശല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പൊയ്ക്കോളാം. മോളെ രേവതി, നീ നിന്റെ ശല്യമാണെന്ന് വിചാരിച്ച് പറഞ്ഞല്ല, നിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ പറഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് അമ്മ പോവുകയാണ്. അപ്പം അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. മോളെ ദേവു, ആ കോൾ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട്. ആ, മഹേഷ് ആരാണ്? അയ്യോ, സച്ചിയേട്ടൻ്റെ കൂട്ടുകാരനാണല്ലോ. അങ്ങനെ ആ കോൾ എടുത്ത് ഹലോ ഹലോ എന്ന് പറഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അതെ രേവതി രേവതി സച്ചി അവിടെയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് രേവതി ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഒന്നും രേവതി മിണ്ടുന്നില്ല. സച്ചി അവിടെ ഉണ്ടോന്നാ ചോദിച്ചത്. പക്ഷേ രേവതി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് സച്ചിയോട് പറയുകയാണ്, സച്ചി രേവതി ഒന്നും മിണ്ടുന്നില്ലല്ലോ സച്ചി. അപ്പം രേവതിക്ക് മനസ്സിലായി ഇത് കളിപ്പിക്കാനാണെന്ന്. പെട്ടെന്ന് രേവതി അവിടെ ഫോൺ കട്ടാക്കിയാണ്. അയ്യോ എടാ സച്ചി, രേവതി അവിടെ ഫോൺ കട്ടാക്കിയല്ലോ. ഇനി പറഞ്ഞതുപോലെ വല്ല സീലിംഗ് ഫാനിലും. ദൈവമേ, ഫാനിൻ്റെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്, വേറെ ഒന്നും കേൾക്കുന്നില്ലല്ലോടാ. ഇത് കേട്ട സച്ചി പേടിച്ച് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു സീ അഗൈൻ. ബൈ.